ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 27ാമത്തെ ശ്ലോകം നോക്കാം. ത്വാമാത്മാനം പരം മത്വാ പരമാത്മാനമേവ ച ആത്മാ പുനർബഹിർമൃഗ്യ അഹോജ്ഞജനതാജ്ഞതാം. ത്വമാത്മാനം, ത്വാമാത്മാനം, ത്വാം ആത്മാനം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ത്വാമാത്മാനം. ത്വാം എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ അവിടുത്തെ, ആത്മാനം ആത്മാവായിരിക്കുന്ന അവിടുത്തെ. ആത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് അതൊന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവിടുത്തെ പരം മത്വ, പരം എന്ന് പറഞ്ഞാൽ അന്യം ആണെന്നുള്ളത്, അതായത് താന് ആ ആത്മാവ് തന്നെയാണ് എന്ന് അറിയാതെ തന്നിൽ നിന്നും ഭിന്നമായിട്ടുള്ളതാണ് ആ ഈശ്വരൻ എന്ന് മത്വ ധരിച്ചിട്ട് പരമാത്മാനമേവച, പരം ആത്മാനം ഏവച, അങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. പരം ആത്മാനം, പരം എന്ന് പറഞ്ഞാൽ അതല്ലാത്ത ഒന്നിനെ, അതായത് അനാത്മവസ്തുവിനെ ആത്മാനം ഏവച ആത്മാവാണെന്നും, അപ്പോൾ ശരിയായ ആത്മസ്വരൂപികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ആ ഭഗവാനിൽ തന്നെയാണെന്നും ഭഗവാൻ തന്നെയാണെന്നും അതിൽ നിന്നും ഭിന്നരല്ലെന്നും അറിയാതെ അനാത്മവസ്തുവായിട്ടുള്ള, അതായത് ജഡമായിട്ടുള്ള ഈ ശരീരത്തെ താനാണെന്നും ആത്മാനമാണെന്നും ആത്മാവാണെന്നും, അഥവാ താൻ എന്ന് പറയുന്നത് ഈ ജഡവസ്തുവായിട്ടുള്ള ശരീരമാണ്. നാളെ കൃമികൾക്ക് ഭക്ഷണമാകേണ്ട, അല്ലെങ്കിൽ ഒരു പിടി ചാരമായി മാറേണ്ട വെറും ഒരു ജഡവസ്തുവായിട്ടുള്ള ഈ ശരീരമാണ് താനെന്ന് കരുതിയിട്ട് ഈ ജഡമായ വസ്തുവിനെ നിലനിർത്തുന്ന ആ ചൈതന്യമാണ്, ആ ജീവാത്മാവാണ് താനെന്നറിയാതെ അനാത്മവസ്തുവിനെ ആത്മാവാണെന്ന് ധരിച്ചുകൊണ്ട്, താനാണെന്ന് ധരിച്ചുകൊണ്ട് ആത്മാ ബഹിർമൃഗ്യ, ആത്മാവ് പുനഃ ബഹിർമൃഗ്യ, പുനഃ പിന്നെ ഈ ആത്മാ ബഹി മൃഗ്യ, ഇങ്ങനെ 2 വാക്കുകളാണ്. ബഹി എന്ന് പറഞ്ഞാൽ പുറമേ, മൃഗ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറമേ പോയി അന്വേഷിക്കേണ്ട ഒന്നാണെന്ന് വിചാരിക്കുന്ന അഹോ ജ്ഞാനജനതാജ്ഞത, അഹോ അജ്ഞജനതാജ്ഞത. അഹോ എന്ന് പറഞ്ഞാൽ അത്യാശ്ചര്യകരം തന്നെയാണെന്ത്, അജ്ഞജനതാജ്ഞത, അജ്ഞജനത, അജ്ഞത. അജ്ഞജനത എന്ന് പറഞ്ഞാൽ അജ്ഞരായിട്ടുള്ള ഈ ഒരു ജനസമൂഹത്തിൻ്റെ, ഈ മൂഢരായിട്ടുള്ള ജനസമൂഹത്തിൻ്റെ അജ്ഞത, ഈ അജ്ഞാനഭാവം, ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് അത്യാശ്ചര്യകരം തന്നെയാണ്. ജലത്തിൽ നിന്നും ഉയർന്നു വരുന്ന കുമിള മാറി നിന്നിട്ട് താൻ ഈ ജലമല്ലെന്നും, അല്ലെങ്കിൽ തന്നിൽ നിന്നും ഭിന്നമാണ് ഈ ജലമെന്ന് കരുതിയിട്ട് ജലത്തെ അന്വേഷിച്ച് നടക്കുക, താൻ നിലനിൽക്കുന്നതേ അതിലാണെന്നറിയാതെ ഇരിക്കുക. ഇതാണ് ഏറ്റവും ലളിതമായി ഇതിനെ നമുക്ക് പറയുവാൻ കഴിയുന്നത്. താൻ നിലനിൽക്കുന്നത് ഈ ജഡമായ വസ്തുവല്ല താൻ. ഇത് ഏത് നിമിഷവും ഇത് മണ്ണിലേക്ക് തിരികെ പോകേണ്ടതാണ്, അല്ലെങ്കിൽ അഗ്നിക്കിരയാകേണ്ടതാണ്, കൃമികൾക്ക് ഭക്ഷണമാകേണ്ടതാണ് എന്ന് തിരിച്ചറിയാതെ ഈ ജഡവസ്തുവിനെ താനാണെന്ന് ധരിച്ചുകൊണ്ട് ഈശ്വരൻ എന്ന ആ പരബ്രഹ്മ സത്യത്തെ തന്നിൽ നിന്നും ഭിന്നമായി തൻ്റെ ചുറ്റിനും തേടി അലയുന്ന നമ്മളെപ്പോലെയുള്ള അജ്ഞരായിട്ടുള്ള മൂഢബുദ്ധികളുടെ ഈ സമൂഹത്തിൻ്റെ അജ്ഞത എന്ന് പറയുന്ന അത്യാശ്ചര്യകരം തന്നെയാണ്.
ഇത്രയേറെ കൺമുമ്പിൽ കണ്ടിട്ടും നമ്മളൊന്നും തിരിച്ചറിയാത്ത സത്യമാണിത്. ഒരിക്കൽ ധർമ്മപുത്രരോട് ഇങ്ങനെയൊരു ചോദ്യം വരുമ്പോൾ പറയുന്നുണ്ട്, എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ അതിശയമെന്ന് ചോദിച്ചപ്പോൾ, ഈ ലോകത്തിൽ നമുക്കറിയാം മഹാഭാരത യുദ്ധഭൂമിയിൽ തന്നെ എത്രയോ ആളുകൾ മരിച്ചു വീഴുന്നു. ഇനി അതുമല്ലെങ്കിൽ നമ്മളിപ്പോൾ മഹാഭാരത യുദ്ധഭൂമിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ യുദ്ധ സമയത്ത് തന്നെ എത്രയോ ആളുകൾ ചുറ്റിനും മരിച്ചു വീഴുന്നു. അല്ലെങ്കിൽ തന്നെ നിത്യവും നമ്മുടെ ചുറ്റിനും എത്രയോ ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നത് നമ്മൾ കാണുമ്പോഴും നമുക്ക് മാത്രം ഈ മരണം അന്യമാണെന്നും നമ്മൾ എന്നും ഇങ്ങനെ മറ്റുള്ളവരുടെ മരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇതൊരു പ്രതിഭാസമാണ് എന്ന ഭാവത്തിലിരിക്കുന്നു. നമ്മളും നാളെ ഇതേപോലെ ഈ ജഡശരീരം ഉപേക്ഷിക്കേണ്ടവരാണ്. ഈ ശരീരം ജഡമാണ് എന്ന് തിരിച്ചറിയാതെ നിലം പതിക്കുന്ന ഈ ജഡത്തെ താനാണെന്ന് കരുതി അതിൽ മതിച്ചും അഭിമാനം കൊണ്ടും അഹങ്കരിച്ചും താനാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്, താനില്ലെങ്കിൽ ഈ ലോകം തന്നെ നിന്നുപോകും എന്നുള്ള മട്ടിൽ നമ്മളൊക്കെ നമ്മളെ അറിയാതെ നടക്കുകയാണ്. ജലത്തിൽ നിന്നുകൊണ്ട് കുമിള വിചാരിക്കുകയാണ് താനാണ് ഈ ജലത്തെയും കൂടി താങ്ങി നിർത്തിയിരിക്കുന്നത്. ഉത്തരത്തിൽ ഇരുന്നു കൊണ്ട് ഗൗളി വിചാരിക്കും താനാണ് ഈ ഉത്തരത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ, എന്നിട്ട് തൻ്റെ ചുറ്റിനും നോക്കുകയാണ് എവിടെയാണ് താൻ ഇരിക്കുന്നത് എന്ന്. അല്ലെങ്കിൽ തൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള പരബ്രഹ്മസ്വരൂപം ആ ഭഗവാൻ എവിടെയാണ്? താൻ നിൽക്കുന്നതേ അതിലിരുന്നിട്ടാണ് ഈ തിരയുന്നത്. മുഖത്ത് കണ്ണാടി വെച്ചിട്ട് കണ്ണാടി അന്വേഷിച്ച് നടക്കുന്നത് പോലെ മുഖത്ത് ഉള്ള കണ്ണാടിയെ തൻ്റെ മുഖത്ത് മാത്രം അന്വേഷിക്കാതെ മറ്റുള്ളിടത്തൊക്കെ തിരഞ്ഞു നടക്കുകയാണ് എന്ന് പറയുന്നത് പോലെ തൻ്റെ അസ്തിത്വത്തെ താൻ അതിൽ തന്നെ ഇരുന്നു കൊണ്ട് മറ്റുള്ളിടത്തൊക്കെ തിരയുകയാണ്. എവിടെയാണ് ആ ഈശ്വരൻ? തന്നിൽ നിന്നും അന്യമായി ആ പരബ്രഹ്മ സ്വരൂപത്തെ കണ്ടുകൊണ്ട് കുമിള കടൽ എവിടെയാണ്, ജലം എവിടെയാണ് എന്ന് തേടി നടക്കുന്നത് പോലെ അജ്ഞാനം കൊണ്ട് തേടി നടക്കുകയാണ് തൻ്റെ ചുറ്റിനും ഈശ്വരൻ എവിടെയാണ് എന്ന്. അപ്പോൾ ഈ ഒരു അജ്ഞാന സമൂഹത്തിൻ്റെ, ജനസമൂഹത്തിൻ്റെ അജ്ഞത എന്താണ് പറയേണ്ടത്? എന്തൊരാശ്ചര്യമാണ്, അത്യാശ്ചര്യകരം തന്നെ എന്ന് പറയുകയാണ്. തൻ്റെ ചുറ്റിനുമുള്ളവർ ദേഹം ഉപേക്ഷിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നമ്മളും ആ വഴിക്കാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഹം ഉപേക്ഷിക്കുവാനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടേത്. അതിലേക്കുള്ള യാത്രയാണ് നമ്മുടേത് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മൾ അപ്പോഴും എന്താ ചിന്തിക്കുക? മറ്റുള്ളവരൊക്കെ പോയി നമ്മളെന്നും ഞാൻ ഇവിടെ നിലനിൽക്കും എന്നുള്ള ഒരു ചിന്തയാണ്, ഒരു അറിവില്ലായ്മയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ ആശ്ചര്യകരമായിട്ട് എന്താണുള്ളത്? പരമാർത്ഥ ജ്ഞാനം നിമിത്തം നമ്മുടെയൊക്കെ അജ്ഞാനകൃത ബന്ധങ്ങളൊക്കെ ഇല്ലാതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ അതിനും ഭഗവാന്റെ ഒരു കാരുണ്യമുണ്ടാകട്ടെ. നമ്മളിൽ ഈ പരമമായ സത്യം തെളിയുവാൻ, എപ്പോഴും ആ ചിന്തയുണ്ടാകുവാൻ, ഭഗവാനിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്ന, ആ കൈകളിലാണ് ഞാൻ ഭദ്രമായി ഇന്ന് നിലനിൽക്കുന്നത്. നാളെ ഈ ദേഹം ഉപേക്ഷിച്ചാലും എൻ്റെ ഉള്ളിലെ ആ ഈശ്വര ചൈതന്യം, ഞാൻ എന്ന പരമമായ സത്യം, ആ എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യമാണ്, ജഡമായിട്ടുള്ള ഈ ശരീരമല്ല എന്ന തിരിച്ചറിവിലൂടെ ഞാൻ നാളെ ലയിക്കാൻ പോകുന്നതും. ഈ ദേഹം ഉപേക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്നത് ഈശ്വരൻ എന്ന പരമമായ സത്യമാണ്. കുമിള തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, ഞാൻ ആ ജലം തന്നെയാണ്. ഈ രൂപത്തിൽ, ഇങ്ങനെ ഒരു കുമിളയുടെ ഭാവത്തിൽ ഞാൻ നിലനിൽക്കുമ്പോഴും ഞാൻ ജലത്തിൽ നിന്നും അന്യമല്ല, ഞാൻ ആ ജലം തന്നെയാണ് എന്ന് തിരിച്ചറിയേണ്ടതുപോലെ
ഞാനിവിടെ ഈ രൂപത്തിൽ ഈ ദേഹമൊക്കെ എടുത്തിങ്ങനെ നിൽക്കുമ്പോഴും അറിയുക ഞാൻ ആ ഈശ്വരനിൽ നിന്നും ഭിന്നനല്ല എന്നറിഞ്ഞുകൊണ്ട് നാളെ ഈ ജഡം ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ തിരികെ ആ കരുണാസമുദ്രമായിട്ടുള്ള ഭഗവാനിലേക്ക് തന്നെയാണ് അതിൽ തന്നെ ലയിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള സത്യം അറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വാമാത്മാനം പരം മത്വാ പരമാത്മാനമേവ ച ആത്മാ പുനർബഹിർമൃഗ്യ അഹോജ്ഞജനതാജ്ഞതാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ത്വാമാത്മാനം, അവിടെ ത്വാം ആത്മാനമാണ്, അതുകൊണ്ട് തന്നെ മായുടെ അകാരം നീട്ടിയെടുക്കുക. ത്വാമാത്മാനം. അതുപോലെയാണ് പരമാത്മാനമേവ ച, അവിടെ പരം ആത്മാനം ഏവ, ഒരിടത്ത് പരമാത്മാനം മായുടെ അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഏവ എന്നുള്ളിടത്ത് എകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് പുനർബഹിർമൃഗ്യ, അവിടെ മാ കൂട്ടക്ഷരമാണ് വായിക്കുമ്പോൾ, അതുകൊണ്ട് അവിടെ ശ്രദ്ധിച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അടുത്തത് അഹോജ്ഞജനതാജ്ഞത, അവിടെ അഹോ അജ്ഞജനത അജ്ഞത ആണ് വായിക്കുമ്പോൾ. അവിടെ അഹോജ്ഞജനതാജ്ഞത വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ അഹോജ്ഞജനത, അവിടെ ഒകാരം നീട്ടിയെടുക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അജ്ഞജനത അജ്ഞത, അജ്ഞരായ ജനതയുടെ അജ്ഞത അറിവില്ലായ്മ, അവിടെയും അജ്ഞത എന്ന് വരുന്നിടത്ത് അകാരം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 28ാമത്തെ ശ്ലോകമാണ്. അന്തർഭവേനന്ദ ഭവന്തമേവ ഹ്യതത്യജന്തോ മൃഗയന്തി സന്തഃ അസന്തമപ്യന്ത്യഹിമന്തരേണ സന്തം ഗുണം തം കിമുയന്തി സന്തഃ. അന്തർഭവേനന്ദ, അന്തർഭവേ അനന്ത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണിത്. അന്തർഭവേനന്ദ. അനന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാനെ സംബോധനയാണ്, അല്ലയോ അനന്തസ്വരൂപനായിട്ടുള്ളവനെ, ആദിയും അന്തവും ഇല്ലാത്തവനെ, അല്ലെങ്കിൽ ആദിയും അന്തവും ഗണിക്കുവാൻ കഴിയാത്തവനായിട്ടുള്ള ഭഗവാനെ. അന്തർഭവേ, ഈ സംസാരമധ്യത്തിൽ തന്നെ, ഭവം എന്നാൽ സംസാരം, അന്തർഭവേ സംസാരമധ്യത്തിൽ തന്നെ, ഭവന്തമേവ, ഭവന്തം ഏവ, ഭവന്തം എന്നാൽ ഭഗവാനെ അവിടുത്തെ, ഭവന്തമേവ നിന്തിരുവടിയെ തന്നെ, ഹ്യതത്യജന്തോ, ഹ്യതത് ഹി അതത് ത്യജന്ത, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട്. ഹി നമുക്കറിയാം, അവിടെ ഒരു ഉറപ്പ് പറയുകയാണ്. അതത് എന്ന് പറഞ്ഞാൽ അത് അല്ലാത്തതിനെ, തത് എന്നാൽ അത്, അതത് അതല്ലാത്തതിനെ, അഥവാ ഈ ജഡമായിട്ടുള്ളതിനെ, ത്യജന്തഃ ത്യജിക്കുന്നവരായിട്ട്, മൃഗയന്തി സന്തഃ, സന്തഃ എന്ന് പറഞ്ഞാൽ സത്തുക്കളായിട്ടുള്ളവർ, സജ്ജനങ്ങൾ, വിവേകികളായിട്ടുള്ളവർ. മൃഗയന്തി എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, എല്ലായിടവും തിരയുക. അസന്തമപ്യന്ത്യഹിമന്തരേണ, അസന്തം അപി അന്തി അഹിം അന്തരേണ, ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. അസന്തം അപി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണെങ്കിലും, സത്തായിട്ടുള്ളതല്ലെങ്കിലും, അസത്തായിട്ടുള്ളതാണെങ്കിലും, അപി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും, അന്തി എന്ന് പറഞ്ഞാൽ
അടുത്ത് നമ്മുടെ സമീപത്തിൽ. അഹിം അന്തരേണ, അഹിം എന്ന് പറഞ്ഞാൽ സർപ്പത്തെ, അന്തരേണ എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാതെ തന്നെ സന്തം ഗുണം തം കിമുയന്തി സന്തഃ. സന്തം എന്ന് പറഞ്ഞാൽ സത്തായിട്ടുള്ളത്, ഉള്ളതായിട്ടുള്ള ഒന്നിനെ, വർത്തിക്കുന്ന ഒന്നിനെ, ഗുണം തം ആ കയറിനെ, കിമു യന്തി സന്തഃ, കിമു യന്തി എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടോ, സന്തഃ എന്ന് പറഞ്ഞാൽ സത്തുക്കളായിട്ടുള്ളവർ, വിവേകികളായിട്ടുള്ളവർ. അപ്പോൾ ഭഗവാനെ, അല്ലയോ അനന്തസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ, ഈ സംസാര സാഗര മധ്യത്തിൽ സത്തുക്കളൊക്കെ ഭഗവാനെ അവിടുന്ന് അല്ലാത്തതായിട്ടുള്ള ഈ ജഡവസ്തുവിനെ അവർ തങ്ങളുടെ ബുദ്ധി കൊണ്ട്, തങ്ങളുടെ വിവേകം കൊണ്ട് ഇതിനെ ത്യജിച്ചിട്ട്, അതായത് അസത്തായിട്ടുള്ള നശിക്കുന്നതായിട്ടുള്ള ഈ ശരീരത്തെക്കുറിച്ച് അവർ ഒട്ടും തന്നെ, ഈ ജഡമായിട്ടുള്ള ഈ ശരീരത്തെക്കുറിച്ച് അവർ ഒട്ടും തന്നെയും വേവലാതിപ്പെടുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഈ ദേഹത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. ഈ ജഡവസ്തുവിനെ, അസത്തായിട്ടുള്ളതിനെയൊക്കെ അവരങ്ങനെ മാറ്റി നിർത്തിയിട്ട് സത്തായിട്ടുള്ള യാതൊന്നിനാണോ ഉണ്മയുള്ളത്, അല്ലെങ്കിൽ നിലനിൽപ്പുള്ളത്, സത്യമായിട്ടുള്ളത്, അതിനെ മാത്രം, അതിനോട് മാത്രം ഒട്ടി നിൽക്കുന്നവരാണ്. അതേസമയം ഇപ്പോൾ പറഞ്ഞ പോലെ രജ്ജുവിനെ നിഷേധിക്കാതെ, കയറിനെ നിഷേധിക്കുന്നില്ല. ഈ ജഡമായ വസ്തു ഉണ്ട്, എന്നാൽ അതിന് നിലനിൽപ്പില്ല എന്നുള്ളത്, അത് നശിക്കുന്നതാണ് എന്നുള്ള സത്യത്തെ അറിഞ്ഞുകൊണ്ട്, അത് അസത്താണ് എന്നറിഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കാതെ തന്നെ സത്തായിട്ടുള്ള ഒന്നിനെ, സത്യമായിട്ടുള്ള ഒന്നിനെ മാത്രം, അതിലേക്ക് മാത്രം ഒട്ടി നിന്നുകൊണ്ട് വിവേകികൾ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യുന്നു. അവിവേകികൾ ജഡമായ ഈ ശരീരത്തിൽ തന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, താൻ അതാണെന്ന് ധരിച്ചുകൊണ്ട്, ഈ അസത്തിനോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ സത്തിൽ നിന്നും ദൂരെ പോയി അവർ അവരുടെ ചിന്താതലങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. സത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അസത്തിനെ നിഷേധിക്കുകയല്ല, ഈ ജഡശരീരം ഉണ്ട് എന്നുള്ളത് അവർ കാണുന്നുണ്ട്, എന്നാൽ അത് ജഡമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കാതെ സത്തിനോട് ഒട്ടി നിൽക്കുന്നു വിവേകികൾ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അന്തർഭവേനന്ദ ഭവന്തമേവ ഹ്യതത്യജന്തോ മൃഗയന്തി സന്തഃ അസന്തമപ്യന്ത്യഹിമന്തരേണ സന്തം ഗുണം തം കിമുയന്തി സന്തഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അന്തർഭവേനന്ദ, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഏകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഭവന്തമേവ, ഭവന്തം ഏവാണ് മായുടെ ഏകാരം, ഭവന്തം ഏവ, മായുടെ ഏകാരം ശ്രദ്ധിക്കുക. അതുപോലെ ഹ്യതത്യജന്തോ, ഹി അതത് ത്യജന്തോ, ത്യജന്തഃ, അവിടെ ഹ്യതത് എന്ന് പറയുന്നിടത്ത് അകാരം ശ്രദ്ധിക്കുക, ഹി അതത്. അതുപോലെ ത്യജന്ത എന്ന് പറയുന്നിടത്ത് താ കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ പാദത്തിലും നാലാമത്തെ പാദത്തിൻ്റെയും ഒടുവിൽ സന്ത എന്ന് വരുന്നുണ്ട്. അവിടെ വിസർഗമുള്ളത് കൊണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ അസന്തം അപി അന്തി അഹിം അന്തരേണ, കുറച്ചധികം വാക്കുകൾ വരുന്നുണ്ട് അവിടെ. അപ്പോൾ അസന്തം അപി, മായുടെ അകാരം ശ്രദ്ധിക്കുക. അപ്യന്തി, അപി അന്തി, അപ്പോൾ പ്യാ എന്ന അക്ഷരത്തിൻ്റെ അകാരം ശ്രദ്ധിക്കുക. അവിടെ അടുത്തത് അന്ത്യ അഹിം അന്തരേണ, അന്തി അഹിം എന്ന് പറയുന്നിടത്ത് ഇന്ത്യ എന്ന അക്ഷരത്തിൻ്റെ അകാരം ശ്രദ്ധിക്കുക.
അതുപോലെ അഹിം അന്തരേണ, മായുടെ അകാരം ശ്രദ്ധിക്കുക. ആ ഒരു ശ്ലോകം നന്നായിട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ, പ്രത്യേകിച്ചും ആ 3ാമത്തെ പാദം അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ വായിക്കുക. ഇനി അടുത്തത് 29ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.